വാർത്തകളിലേക്ക് വിശദമായി. എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിൽ ഷൊർണൂരിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ച കേന്ദ്ര ഏജൻസികൾ. പ്രാദേശിക സഹായം ലഭിച്ചെന്ന സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഏജൻസികളുടെ സമാന്തര നീക്കം. പ്രത്യേക അന്വേഷണ സംഘത്തോട് നിസ്സഹകരണം തുടർന്ന് ഷാരൂഖ് സൈഫി വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ചേരുകയാണ്. ഡാൻ, എന്തായാലും ഒരു സമാന്തര അന്വേഷണം കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അത് ഷൊർണൂരിലേക്ക് അടക്കം അന്വേഷണം വ്യാപിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? തീവെപ്പ് കേസുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ഒരാഴ്ചയായി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കോഴിക്കോട് ക്യാമ്പ് ചെയ്തുകൊണ്ട് സ്ഥിതിഗതികൾ സൂക്ഷ്മമായി വിലയിരുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ ചില നിർണായകമായ വിവരങ്ങൾ ഷൊർണൂർ കേന്ദ്രീകരിച്ച് ഇയാൾക്ക് പ്രാദേശികമായ സഹായം ലഭിച്ചിട്ടുണ്ട് എന്ന തരത്തിൽ ലഭ്യമായ സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് അവിടേക്ക് കൂടി ഈ പരിശോധനകളും നിരീക്ഷണങ്ങളും വ്യാപിപ്പിക്കുന്നതിനുള്ളൊരു നീക്കം കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇന്റലിജൻസ് ബ്യൂറോയുടെ അടക്കം ഉദ്യോഗസ്ഥർ ഷൊർണൂരിൽ എത്തി ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ തേടുന്നുണ്ട്. ഒപ്പം തന്നെ ഇയാളെ സഹായിച്ചു എന്ന് കരുതുന്ന ചില ആളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടും സമാന്തരമായ അന്വേഷണം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ആരംഭിച്ചിട്ടുണ്ട്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ കേരള പോലീസ് കേസുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന തുടർ നീക്കങ്ങൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ, ദേശീയ അന്വേഷണ ഏജൻസി ഉൾപ്പെടെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോഴും കേസിന്റെ ഒരു ഭീകരവാദ ബന്ധം സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള നിയമവശങ്ങളിലേക്ക് കേരള പോലീസ് കടക്കാത്തത് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് സമാന്തര അന്വേഷണം അത് ശക്തമാക്കിക്കൊണ്ട് കൃത്യമായി കാത്തിരിപ്പിന് അവസാനം വരുത്തി ഇനി അങ്ങോട്ട് തുടർ നീക്കങ്ങളിലേക്ക് കടന്നാൽ മതി എന്നൊരു നിഗമനത്തിലേക്ക് കേന്ദ്ര ഏജൻസികൾ എത്തുന്നത് എന്നാണ് സൂചന. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ നമ്മൾ നേരത്തെ മുതൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തോടെ അനുമതിയോടെ കേസ് ഏറ്റെടുക്കുന്നതിനുള്ള നീക്കങ്ങളും NIA ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ സജീവമാക്കുമെന്ന വിവരമാണ് നമുക്ക് ഏറ്റവും പുതിയതായി ലഭിക്കുന്നത്. രഞ്ജിനി, ഒരു കാര്യം കൂടി, ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ചോദ്യം ചെയ്യലോട് ഇപ്പോഴും ഒരു നിസ്സഹകരണമാണോ പ്രതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? ഒപ്പം തന്നെ തെളിവെടുപ്പ്, ഈ കസ്റ്റഡി ലഭിച്ച അന്ന് മുതൽ നമ്മളടക്കം വാർത്തകൾ ഇന്ന് തെളിവെടുപ്പുണ്ടായേക്കും, നാളെ തെളിവെടുപ്പുണ്ടായേക്കും എന്നടക്കമുള്ള കാര്യത്തിൽ അതിലൊരു വ്യക്തത ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ വരുന്നുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള പ്രതികരണങ്ങൾക്കും കേസിന്റെ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഒരു ഉദ്യോഗസ്ഥരും തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ADGP MR അജിത് കുമാർ 2 തവണ മാധ്യമങ്ങളെ ഈ കസ്റ്റഡിയിൽ പ്രതിയെ ലഭിച്ചതിന് ശേഷം മാധ്യമങ്ങളെ കണ്ടിരുന്നു. പക്ഷെ അപ്പോഴൊന്നും വെറുതെ ചോദ്യങ്ങളോട് പ്രതികരിച്ചു എന്നതിനപ്പുറത്തേക്ക് വ്യക്തമായ ഒരു ഉത്തരം ഇതുമായി ബന്ധപ്പെട്ടൊന്നും തെളിവെടുപ്പ് എപ്പോൾ ഉണ്ടാകും എന്ന ചോദ്യത്തിന് ഉണ്ടാകുമ്പോൾ അറിയിക്കാം എന്നതിന് അപ്പുറത്തേക്ക് എപ്പോഴായിരിക്കും, എവിടെയായിരിക്കും എന്നതടക്കമുള്ള കാര്യങ്ങളൊന്നും ഒരു സ്ഥിരീകരണവുമില്ല. ഇന്നും സമാനമായ സാഹചര്യം തന്നെയാണ്. എന്തായാലും ADGP ഇന്നലെ കൊച്ചിയിൽ നിന്ന് കോഴിക്കോട് എത്തി, AR ക്യാമ്പിലെത്തി പ്രതിയെ ചോദ്യം ചെയ്യുന്ന നടപടികൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. ഒപ്പം തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി, ഈ പ്രത്യേക അന്വേഷണ സംഘത്തിലെ മറ്റ് ഉദ്യോഗസ്ഥരുമായി അടക്കം അദ്ദേഹം അന്വേഷണ പുരോഗതി വിലയിരുത്തുന്ന സാഹചര്യമുണ്ട്. പക്ഷേ നമുക്ക് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന സൂചനകൾ പ്രകാരം ഇയാൾ ചോദ്യം ചെയ്യലിനോട് കൃത്യമായി പ്രതികരിക്കുന്നില്ല എന്ന വിവരം തന്നെയാണ് ലഭിക്കുന്നത്. 6 ദിവസം ആകുകയാണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്. പക്ഷേ ഇപ്പോഴും അന്വേഷണം ഒരു ലീഡാകുന്ന തരത്തിലേക്ക്, ഒരു നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്ന തരത്തിലുള്ള യാതൊരു മൊഴികളും ശരി, അതാണ് 6 ദിവസമായി ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടും ഒരു സഹകരണം പ്രതിയുടെ ഭാഗത്ത് നിന്നും കിട്ടുന്നില്ല. ഈ കേസ് തെളിയിക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു ലീഡ് ഇത്തരത്തിൽ ഈ ചോദ്യം ചെയ്യലിലൂടെ ലഭിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത്, കേന്ദ്ര ഏജൻസികൾ സമാന്തര അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. ഷൊർണൂരിലേക്ക് അടക്കം അന്വേഷണം വ്യാപിപ്പിക്കുന്ന സാഹചര്യം. ഡാനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു വാർത്തയിലേക്ക് കടക്കുമ്പോൾ, വാഴപ്പോളയിലും കെട്ടിടത്തിന്റെ ഓടുകൾക്കിടയിലും കൈക്കൂലി. നടുപ്പുണി മൃഗസംരക്ഷണ വകുപ്പ് ചെക്ക് പോസ്റ്റിലാണ് സംഭവം. വിജിലൻസ് നടത്തിയ റെയ്ഡിൽ 8,930 രൂപ പിടികൂടി. വാർത്തയുടെ വിശദാംശങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരി. പ്രസാദ്, ഏത് വിധേനയും കൈക്കൂലി കിട്ടിയാൽ മതി എന്ന രീതിയിലാണ് ഈ ഒരു റിപ്പോർട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വാഴപ്പോളക്കിടയിൽ, ഓടുകൾക്കിടയിലൊക്കെ കൈക്കൂലി വെച്ച് നൽകുന്ന സാഹചര്യം. എങ്ങനെയാണ് വിശദാംശങ്ങൾ? വിജിലൻസ് റെയ്ഡ് എപ്പോഴായിരുന്നു? രഞ്ജിനി, ഇന്ന് പുലർച്ചെ പാലക്കാട് വിജിലൻസ് നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് നട്പുണി ചെക്ക് പോസ്റ്റിൽ, മൃഗസംരക്ഷണ വകുപ്പിന്റെ ചെക്ക് പോസ്റ്റിൽ നിന്നും ഇത്തരത്തിൽ കൈക്കൂലി പിടികൂടിയിട്ടുള്ളത്. 8,320 രൂപ, 8,930 രൂപയാണ് ആകെ പിടികൂടിയിട്ടുള്ളത്. ഇതിൽ ഇത്തരത്തിലുള്ള പരിശോധനകളിൽ നിന്നും രക്ഷപ്പെടുന്നത്, അതായത് വിജിലൻസ് മിന്നൽ പരിശോധന നടത്തിക്കഴിഞ്ഞാൽ ആ പണം പിടിച്ചെടുക്കരുത് എന്ന ഉദ്ദേശത്തോടു കൂടി ഈ പണം ഒളിപ്പിച്ചു വെച്ചത് സമീപത്തെ, അതായത് ഈ ഓഫീസ് കോമ്പൗണ്ടിൽ തന്നെയുള്ള വാഴയുടെ തണ്ടിനകത്തും അതോടൊപ്പം തന്നെ ഈ ഓടിനുള്ളിലുമായിരുന്നു ഇവർ ഒളിപ്പിച്ചു വെച്ചിരുന്നത്. അങ്ങനെ ഒരു സൂചന, ഇത്തരത്തിൽ പണം ഒളിപ്പിച്ചു വെക്കുന്നു എന്നൊരു സൂചന കിട്ടിയതിനെ തുടർന്നാണ് വിജിലൻസ് ഇവിടെയെല്ലാം തന്നെ പരിശോധന നടത്തിയിട്ടുള്ളത്. അതിൽ വാഴത്തണ്ടിൽ നിന്നും 610 രൂപയാണ് പിടിച്ചെടുത്തിട്ടുള്ളത്. അതോടൊപ്പം ഓടിന്റെ ഉള്ളിൽ നിന്നും 8,320 രൂപയും പിടികൂടി. ഇത്തരത്തിൽ പലപ്പോഴും നമ്മൾ
കണ്ടിട്ടുള്ളതാണ്. പാലക്കാട് വിവിധ ചെക്ക് പോസ്റ്റുകളിൽ, ആർടി ചെക്ക് പോസ്റ്റുകളാണെങ്കിലും വിജിലൻസ് ഇത്തരത്തിൽ പരിശോധന നടത്തുമ്പോൾ ഈ പണം വിജിലൻസിന് കിട്ടാതിരിക്കാൻ വേണ്ടി ഇവർ പല സൂത്രവിദ്യകളും ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയുള്ളതാണ് ഈ വാഴപ്പോളയ്ക്കുള്ളിലും അതോടൊപ്പം തന്നെ ഓടിനുള്ളിലും ഇത്തരത്തിൽ പണം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. എന്തായാലും ആ സമയത്ത് അവിടെ ഓഫീസിലുണ്ടായിരുന്ന ആളുകൾക്കെതിരെ നടപടിക്ക് വിജിലൻസ് ശുപാർശ ചെയ്യും. വിജിലൻസ് CI ഫറോസ്, ASI സുരേന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഇന്ന് പുലർച്ചെ പരിശോധന നടത്തിയിട്ടുള്ളത്. ഇത് ഈ അറവുമാടുകളെ പ്രസാദിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഓടുകൾക്കിടയിലും ഷീറ്റുകൾക്കിടയിലും വാഴപ്പോളകൾക്കൊക്കെ ഇടയിലും ഇത്തരത്തിൽ പൈസ ഒളിപ്പിച്ചു വെക്കുന്നതും അത് വിജിലൻസ് സംഘം പിടികൂടുന്നതിന്റെയും ദൃശ്യങ്ങൾ. നമ്മുടെ ആരുടെയും അടിമകളൊന്നുമല്ല അവര് കേട്ടാ. സർക്കാരുടെ അനുവദിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അനധികൃതമായിട്ടോ കള്ളക്കടത്തൊന്നുമല്ല അവർ ചെയ്യുന്നത്. പതുക്കെ പ്രമോദ് കയറിക്കോ, അങ്ങനെ വീഴില്ല, ഞാൻ പിടിക്കാം. സാറിന്റെ മൊബൈലിൽ വീഡിയോ ചുരുട്ട് പോകാൻ പോകാം. കംപ്ലീറ്റ് നോക്കണം. വാഴക്കകത്ത് ഈ ഓടിന്റെ ഈ മറ്റേ ഒരു ഇതിനകത്ത് നമ്മുടെ ആരുടെയും അടിമകളൊന്നുമല്ല അവര് കേട്ടാ. സർക്കാരുടെ അനുവദിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അനധികൃതമായിട്ടോ കള്ളക്കടത്തൊന്നുമല്ല അവർ ചെയ്യുന്നത്. പ്രസാദ് ഉടുമ്പശ്ശേരി തുടരുന്നുണ്ട്. പ്രസാദ്, അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. എന്തായാലും ഞെട്ടിപ്പിക്കുന്ന സംഭവം കൂടിയാണ്. ഇത്തരത്തിൽ വിജിലൻസ് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അത് ഇത്തരത്തിൽ ഓടുകൾക്കിടയിലും വാഴപ്പോളകൾക്കിടയിലും ഒക്കെ ഇത്തരത്തിൽ ക്യാഷ് സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ഇതിൽ ഈ വിജിലൻസിന്റെ മിന്നൽ പരിശോധനയുമായൊക്കെ ബന്ധപ്പെട്ട കൃത്യമായ സൂചന ഇവർക്ക് ലഭിക്കുന്നുണ്ട് എന്നുകൂടി വേണ്ടേ മനസ്സിലാക്കാൻ. ഒപ്പം തന്നെ നടപടികളിലേക്ക് കടന്നിട്ടുണ്ടോ? രഞ്ജിനി, ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ അവിടെ ഉണ്ടായിരുന്ന 3 ഉദ്യോഗസ്ഥരാണ് അവിടെ ഉണ്ടായിരുന്നത്. അവർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തുകൊണ്ട് വിജിലൻസ് റിപ്പോർട്ട് നൽകും. എന്തായാലും ഇതിൽ പറയുന്നത്, അതായത് അറവുമാടുകളെ കൊണ്ടുവരുന്നതിന് ഈ കൂടുതൽ അറവുമാടുകളെ കൊണ്ടുവരുന്നതിനാണ് ഇത്തരത്തിൽ കൈക്കൂലി കൊടുക്കുന്നത്. ഒരു വാഹനത്തിൽ 15 അറവുമാടുകളെയാണ് കയറ്റി കൊണ്ടുവരേണ്ടത്. പക്ഷെ പലപ്പോഴും 30ഉം അതിലേറെയും എല്ലാം തന്നെ ഉണ്ടാകാറുണ്ട്. അങ്ങനെ കൂടുതൽ അറവുമാടുകൾ വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ അത് ഈ നടപടികളിൽ നിന്നും അല്ലെങ്കിൽ പിഴ കൊടുക്കുന്നതിൽ നിന്നുമെല്ലാം രക്ഷപ്പെടുന്നതിന് വേണ്ടി ഇത്തരത്തിൽ ഇത്തരത്തിൽ ഈ കൈക്കൂലി മേടിക്കുന്നത്. അതാണ് ഇപ്പോൾ ഈ വിജിലൻസ് പരിശോധന നടത്തിക്കഴിഞ്ഞാലും ഈ കൈക്കൂലി പണം പിടിച്ചെടുക്കാതിരിക്കാൻ വേണ്ടി ഇവർ ഈ ഓടിനുള്ളിലും അതോടൊപ്പം തന്നെ വാഴത്തണ്ടിനകത്തും ഇങ്ങനെ പണം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. 500 രൂപയുടെ കെട്ടുകളായി, അത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. അത് റബ്ബർ ബാൻഡ് ഇട്ട് ആണ് ഇതിനകത്ത്, ഈ ഓടിനകത്ത് വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വാഴപ്പോളയും ഇത് പെട്ടെന്ന് വിജിലൻസ് പരിശോധന നടത്തുകയാണെങ്കിൽ ഓഫീസിനകത്താണ് പരിശോധന സാധാരണഗതിയിൽ നടത്താറുള്ളത്. ഇങ്ങനെ പണം ഈ മറ്റു സ്ഥലങ്ങളിലേക്ക് ഒളിപ്പിച്ചു വെക്കുന്നു എന്ന വിവരത്തെ തുടർന്നാണ് ഈ വിജിലൻസ് അവിടെയും പരിശോധന നടത്തുകയും ഈ പണം പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ശരി, വാർത്തയുടെ വിശദാംശങ്ങളാണ് പ്രസാദ് ഉടുമ്പശ്ശേരി പങ്കുവച്ചത്. എന്തായാലും പാലക്കാട് നടുപ്പുണി മൃഗസംരക്ഷണ വകുപ്പ് ചെക്ക് പോസ്റ്റിലാണ് സംഭവം. വിജിലൻസ് നടത്തിയ റെയ്ഡിൽ 8,930 രൂപയാണ് പിടികൂടിയത്. വാഴപ്പോളകൾക്കിടയിലും ഓടുകൾക്കിടയിലും 500ന്റെ നോട്ടുകൾ മടക്കി ചുരുട്ടി വെച്ചതാണ്. ആ പൈസ വിജിലൻസ് പിടിച്ചെടുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. പതുക്കെ പ്രമോദ് കയറിക്കോ, അങ്ങനെ വീഴില്ല, ഞാൻ പിടിക്കാം. സാറിന്റെ മൊബൈലിൽ വീഡിയോ ചുരുട്ട് പോകാൻ പോകാം. കംപ്ലീറ്റ് നോക്കണം. വാഴക്കകത്ത് ഈ ഓടിന്റെ ഈ മറ്റേ ഒരു ഇതിനകത്ത് നമ്മുടെ ആരുടെയും അടിമകളൊന്നുമല്ല അവര് കേട്ടാ. സർക്കാരുടെ അനുവദിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അനധികൃതമായിട്ടോ കള്ളക്കടത്തൊന്നുമല്ല അവർ ചെയ്യുന്നത്.
കൂടുതൽ വാർത്തകളിലേക്ക് വരുമ്പോൾ വയനാട്ടിൽ കാട്ടുപന്നി ബൈക്കിലിടിച്ച് ഗുരുതരമായി പരിക്കേറ്റയാൾ മരിച്ചു. പാടിച്ചിറ താന്നിമലയിൽ അഭിലാഷാണ് മരിച്ചത്. രതീഷ് വാസുദേവൻ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവെക്കുന്നു. രതീഷ്, എങ്ങനെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? രഞ്ജിനി, ഏറെ ദുഃഖകരമായ സംഭവമാണ്. കാരണം ഏപ്രിൽ 2-നാണ് ഈ അപകടം നടന്നത്. കേണിച്ചിറയിൽക്കടുത്ത താഴമുണ്ടയിൽ ബന്ധുവിന്റെ വീട്ടിലെ ചടങ്ങിൽ പങ്കെടുത്ത് രാത്രി മകൻ ആരവിനോടൊപ്പം പാടിച്ചിറയിലേക്ക് ഇരളം വഴി പാടിച്ചിറയിലേക്ക് തിരിച്ചു പോകുന്നതിനിടയിൽ ആണ് ഈ കാട്ടുപന്നി ഇടിച്ച് ഗുരുതരമായ പരിക്ക് അഭിലാഷിനേറ്റത്. ആരവിനും പരിക്കേറ്റിരുന്നു. അഭിലാഷ് തലയ്ക്ക് പരിക്കേറ്റ അഭിലാഷ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു. അങ്ങനെയാണ് ഇന്ന് പുലർച്ചെ മരണപ്പെട്ടത്. ഇതിനിടയിൽ ഈ കാട്ടുപന്നിയുടെ ഇത്തരത്തിൽ അപകടത്തിൽ നമുക്കറിയാം കഴിഞ്ഞ മാസം തന്നെയാണ് 2 പേർ, ഒരു കുട്ടിയടക്കം മരണപ്പെട്ടത്. ഒരു പിഞ്ചു കുഞ്ഞടക്കം മരണപ്പെട്ടിരുന്നു മേപ്പാടി ഭാഗത്ത്. ഇതുപോലെ തന്നെ സുൽത്താൻ ബത്തേരി നഗരസഭയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന CK സഹദേവൻ 1 വർഷം നീണ്ട ചികിത്സകൾക്ക് ശേഷമാണ് ഇപ്പോൾ രക്ഷപ്പെട്ടെത്തിയിട്ടുള്ളത്. അത്തരം നിരവധി സംഭവങ്ങളാണ് വയനാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ കാട്ടുപന്നിയുടെ ഇടിച്ച് അപകടത്തിൽപ്പെട്ട് മരണവും അതേപോലെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും നേരിടുന്നത്. എന്തായാലും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉച്ചയോടെ വീട്ടുവളപ്പിൽ സംസ്കരിക്കുമെന്നാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം. ശരി, രതീഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. കാട്ടുപന്നി ബൈക്കിലിടിച്ചുണ്ടായ അപകടത്തെ തുടർന്ന് പരിക്കേറ്റയാൾ ഇപ്പോൾ മരിച്ചിരിക്കുന്നു. മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. അരിക്കൊമ്പൻ വിഷയം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചായി ഇന്ന് പരിഗണിക്കും. വിദഗ്ധ സമിതി റിപ്പോർട്ട് പരിഗണിച്ച് അരിക്കൊമ്പനെ ചിന്നക്കനാലിൽ നിന്നും പറമ്പിക്കുളത്തേക്ക് മാറ്റാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഹൈക്കോടതി നിയോഗിച്ച 5-അംഗ വിദഗ്ധ സമിതി ചിന്നക്കനാൽ, ശാന്തൻപാറ മേഖലകളിൽ സന്ദർശനം നടത്തിയാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. തിരുവനന്തപുരത്തുള്ള മൃഗസ്നേഹി സംഘടനയും നൽകിയതും കോടതി സ്വമേധയാ എടുത്ത കേസുമാണ് ഡിവിഷൻ ബെഞ്ച് ഇന്ന് പരിഗണിക്കുന്നത്. അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് മാറ്റുന്നത് അശാസ്ത്രീയമെന്ന കാട്ടി നെന്മാറ MLA കെ ബാബു നൽകിയ പുനഃപരിശോധനാ ഹർജിയും ഇന്ന് പരിഗണനയ്ക്ക് വരും. ഏപ്രിൽ 5-ലെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിനെതിരെ ആണ് നെന്മാറ MLA ബാബു പുനഃപരിശോധനാ ഹർജി നൽകിയത്. അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് മാറ്റുന്നത് സംബന്ധിച്ച ജനകീയ എതിർപ്പ് ഹൈക്കോടതിയെ അറിയിക്കുമെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. അരിക്കൊമ്പൻ പറമ്പിക്കുളത്ത് വന്നാലുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിശോധിക്കാതെയാണ് വിദഗ്ധ സമിതി റിപ്പോർട്ട് നൽകിയതെന്നും മന്ത്രി ന്യൂസ് 18നോട് പറഞ്ഞു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധങ്ങളാണ് ഉയരുന്നത്. നെന്മാറ MLA കെ ബാബു തന്നെ ഹൈക്കോടതിയിൽ പുനഃപരിശോധനാ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. നമ്മളോടൊപ്പം ഈ വിഷയത്തിൽ വനം വകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ ചേരുന്നു. വലിയ പ്രതിഷേധം പറമ്പിക്കുളത്തുനിന്ന് ഉയർന്നു കഴിഞ്ഞു. അരിക്കൊമ്പനെ അങ്ങോട്ട് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിന് ഈ കാര്യത്തിൽ എന്താണ് ചെയ്യാൻ കഴിയുക? ഹൈക്കോടതിയുടെ നിർദ്ദേശം അതേപോലെ നടപ്പിലാക്കുക എന്നുള്ളതാണോ, അല്ലെങ്കിൽ റിവ്യൂ ഹർജി കൊടുക്കാൻ ആലോചിക്കുന്നുണ്ടോ? അരിക്കൊമ്പനെ പറമ്പിക്കുളത്ത് കൊണ്ടുവരാനുള്ള തീരുമാനം ഗവൺമെൻറ് ഏകപക്ഷീയമായി എടുത്തതല്ല. ഗവൺമെൻറ് ആ കാര്യത്തിൽ തീരുമാനിച്ചത് ആ ആനയെ പിടിച്ച് വനംവകുപ്പിൻ്റെ അധീനതയിലുള്ള കോടനാട് വന്യജീവി സങ്കേതത്തിലേക്ക് കൊണ്ടുപോകാനാണ്. അവിടെ കൊണ്ടുപോയി ആനക്ക് ആവശ്യമായ എല്ലാ പരിചരണങ്ങളും നടത്തി അതിനെ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്തമാണ് ഗവൺമെൻറ് ഏറ്റെടുത്തത്. അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് മാറ്റാനുള്ള വിദഗ്ധ സമിതി റിപ്പോർട്ട് കാര്യങ്ങൾ പരിശോധിക്കാതെയാണ് എന്നാണ് ഇപ്പോൾ വനമന്ത്രി AK ശശീന്ദ്രൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതോടുകൂടി ന്യൂസ് റൂം ലൈവ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ലോകായുക്തയിൽ നിന്ന് ഈ ഒരു കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ, റിവ്യൂ ഹർജി പരിഗണിക്കുമ്പോഴൊക്കെ ഇനി എന്ത് ആയിരിക്കും? റിവ്യൂ ഹർജി പരിഗണിക്കുന്നതാകട്ടെ നേരത്തെ ഭിന്ന വിധി എന്ന് നമുക്ക് സാങ്കേതികമായി അതിനെ പറയാൻ സാധിക്കില്ല. ഭിന്ന അഭിപ്രായമായിരുന്നു ലോകായുക്തയും ഉപലോകായുക്തയും. ഈ വിഷയം പരിഗണിക്കാനുള്ള ലോകായുക്തയുടെ അധികാര പരിധി സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായമായിരുന്നു. അതേ ബെഞ്ച് തന്നെയാണ് റിവ്യൂ ഹർജി പരിഗണിക്കുന്നത്. റിവ്യൂ ഹർജി തള്ളുമോ അതെയോ കൊള്ളുമോ എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ വിശാല ബെഞ്ചിന് ഓൾറെഡി ഈ വിഷയം വിട്ടതാണ്. വിശാല ബെഞ്ചാണ് പരിഗണിക്കാൻ പോകുന്നത്. നമുക്ക് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി വിവി അരുണാണ് ചേരുന്നത്.
അരുൺ, വളരെ പ്രധാനപ്പെട്ട ഒരു ദിനം എന്ന് നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കുമല്ലോ. കാരണം ഇനിയും ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ദുരുപയോഗം ചെയ്തോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷയം പരിഗണിക്കാൻ ലോകായുക്തയ്ക്ക് അധികാരമുണ്ടോ എന്നതൊക്കെ സംബന്ധിച്ച തർക്കമാണുള്ളത്. ഒരുപക്ഷെ നീണ്ടുപോയേക്കാം ഇതുമായി ബന്ധപ്പെട്ട വിചാരണ നടപടികൾ എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അങ്ങനെയല്ല, വളരെ പെട്ടെന്ന് തന്നെ വിഷയം ലോകായുക്തയുടെ പരിഗണനയ്ക്ക് വീണ്ടും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്, ഇടതു മുന്നണി ഈ വിഷയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ ദിനം തന്നെ ഇന്ന് തുടങ്ങുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അഭിലാഷ് സൂചിപ്പിച്ച പോലെ ഈ ലോകായുക്തയിലെ കേസുകൾ തന്നെയാണ്. 2 കേസുകളാണ് ലോകായുക്തയുടെ പരിഗണനയ്ക്കുള്ളത്. ആദ്യം ഉച്ചയ്ക്ക് 12 മണിക്ക് ലോകായുക്ത വിധിക്കെതിരെ RS ശശികുമാർ നൽകിയ റിവ്യൂ ഹർജി ലോകായുക്ത പരിഗണിക്കും. ഇന്നലെയാണ് ആ ഹർജി ലോകായുക്തയിൽ പരിഗണിക്കാനായി വച്ചിരുന്നത്. പക്ഷേ ഇന്നലെ ഹർജിക്കാരൻ്റെ അഭിഭാഷകൻ, സീനിയർ അഭിഭാഷകൻ ജോർജ് പൂന്തോട്ടം ഹാജരായത്. അതുകൊണ്ട് ഇന്നത്തേക്ക് മാറ്റണമെന്നായിരുന്നു ഹർജിക്കാരൻ്റെ പ്രധാന ആവശ്യം. ആ ഒരു വാദത്തിനിടെയാണ് നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്ത പോലുള്ള രൂക്ഷ വിമർശനം RS ശശികുമാറിനെതിരെ ലോകായുക്ത ഉന്നയിച്ചതും അതിനെ തുടർന്നുള്ള രാഷ്ട്രീയ ചർച്ചകളുമൊക്കെ. ഏതായാലും ഇന്ന് ആദ്യം പരിഗണിക്കുക റിവ്യൂ ഹർജിയാണ്. അതായത് ഈ തീരുമാനം, അതായത് 2019 തന്നെ ഈ കേസ് പരിഗണിക്കാനുള്ള അധികാരം ലോകായുക്തയ്ക്കുണ്ടോ, മന്ത്രിസഭാ തീരുമാനം ചോദ്യം ചെയ്തുള്ള ഒരു ഹർജി പരിഗണിക്കാൻ ലോകായുക്തയ്ക്ക് അധികാരമുണ്ടോ എന്ന കാര്യത്തിൽ ഈ കേസിൻ്റെ മെയിൻ്റനബിലിറ്റി സംബന്ധിച്ച് നേരത്തെ തന്നെ ലോകായുക്ത വിധി പുറപ്പെടുവിച്ചതാണ്. ഇത് പരിഗണിക്കാമെന്ന് കണ്ടെത്തിയതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും ഈ ഒരു വിധി ശരിയല്ല. അതുകൊണ്ട് ഈ വിധി ചോദ്യം ചെയ്തുകൊണ്ടാണ് RS ശശികുമാർ റിവ്യൂ ഹർജി നൽകിയത്. അതിന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് പരിഗണിക്കും. സാധാരണ റിവ്യൂ ഹർജി എന്ന് പറയുമ്പോൾ ഒരു ഹർജിയുടെ തുടക്കം മുതലുള്ള വിവിധ ഘട്ടങ്ങൾ, വാദത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലേക്ക് കടന്നു പോകേണ്ടത്. പക്ഷേ ഇന്ന് അത്തരമൊരു സംഭവം ഈ കേസിൽ ഉണ്ടാകുമോ എന്ന് വ്യക്തമല്ല. അതിന് കാരണം ഇന്ന് തന്നെയാണ് മറ്റു പ്രധാനപ്പെട്ട ഹർജി, അതായത് ലോകായുക്തയുടെ ഈ വിധി, റിവ്യൂ ഹർജിക്ക് ആധാരമായ വിധി 3-അംഗ ബെഞ്ചിന് വിട്ടുകൊണ്ട് ഇത്തരം കേസുകൾ പരിഗണിക്കാൻ ലോകായുക്തയ്ക്ക് അധികാരമുണ്ടോ എന്ന ലോകായുക്തയും ഉപലോകായുക്തയും തമ്മിലുള്ള തർക്കം, ആ വ്യത്യസ്ത അഭിപ്രായം, അത് 3-അംഗ ബെഞ്ചിന് വിട്ടുകൊണ്ടാണ് തീരുമാനം ഉണ്ടായത്. ആ കേസ് ഹർജി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിവ്യൂ ഹർജി ഒരു നടപടിക്രമം മാത്രമായി മാറാനുള്ള സാധ്യതയുണ്ട്. സ്വാഭാവികമായും റിവ്യൂ ഹർജി തീർപ്പാക്കി മറ്റേ ഹർജിയിലേക്ക്, പ്രധാന ഹർജിയിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യത. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കേസിൻ്റെ റിവ്യൂ ഹർജിയാണ് ഇന്ന് ലോകായുക്തയിൽ 12 മണിക്ക് വരിക. ഇന്നലെ രൂക്ഷ വിമർശനമാണ് ഹർജിക്കാരനെതിരെ, അതായത് ലോകായുക്തയുടെ വിശ്വാസത്തെ പോലും ചോദ്യം ചെയ്തുകൊണ്ടുള്ള വിമർശനങ്ങൾ ശക്തമായി ഉയരുന്നു. ലോകായുക്തയെ ജഡ്ജിമാരെ അപകീർത്തിപ്പെടുത്തുന്നു, അപമാനിക്കുന്നു. സ്വാഭാവികമായും ഇത്തരം വിഷയം വരുമ്പോൾ മുമ്പൊന്നും കണ്ടില്ലാത്ത തരത്തിലുള്ള വിമർശനവും ആൾക്കൂട്ട അധിക്ഷേപവുമാണ് ലോകായുക്തയ്ക്ക് നടക്കുന്നതെന്ന വളരെ രൂക്ഷമായ വിമർശനമാണ് ഹർജിക്കാരനെതിരെ ലോകായുക്ത ഇന്നലെ നടത്തിയത്, ഓപ്പൺ കോർട്ടിൽ നടത്തിയത്. സ്വാഭാവികമായി ഇന്ന് ഹർജിക്കാരൻ അഭിഭാഷകൻ ഹാജരാകുമ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്ക് ഒരു വിശദീകരണം നൽകാൻ ഇടയുണ്ട്. അദ്ദേഹത്തിൻ്റെ സീനിയർ അഭിഭാഷകൻ ഹാജരാകുന്നുണ്ട്. റിവ്യൂ ഹർജിയുടെ തീരുമാനം വളരെ പ്രധാനപ്പെട്ടതാണ്. റിവ്യൂ ഹർജി തള്ളുകയാണെങ്കിൽ സ്വാഭാവികമായും 3-അംഗ ബെഞ്ചിന് വിട്ടുകൊണ്ടുള്ള, പൂർണ്ണ ബെഞ്ചിന് വിട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് ലോകായുക്തയ്ക്ക് നീങ്ങാനാകും. ഇല്ലെങ്കിൽ റിവ്യൂ ഹർജി തീർപ്പാക്കുന്നവരെ അത് വൈകും. ഏതായാലും വളരെ വേഗം, നമ്മൾ പ്രതീക്ഷിച്ചാലും വേഗം ലോകായുക്ത കേസ് പരിഗണനയ്ക്ക് എടുക്കുമ്പോഴും അത്ര എളുപ്പം കേസ് തീരുമെന്ന കാര്യത്തിൽ ഉറപ്പില്ല. അതിന് റിവ്യൂ ഹർജി ആയാലും അല്ല 3-അംഗ ബെഞ്ചിന് വിട്ടുകൊണ്ടുള്ള ഹർജിയായാലും ഈ രണ്ടും നിരവധി നടപടിക്രമങ്ങൾ ബാക്കിയുണ്ട്. നിരവധി മാസങ്ങളും ഒരുപക്ഷെ വർഷങ്ങളും വേണ്ടി വന്നേക്കാം ഇതിൻ്റെ വിചാരണ പൂർത്തിയാകാൻ. അഭിലാഷ്, ലോകായുക്തയിൽ നിന്ന് ഈ ഒരു കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ, റിവ്യൂ ഹർജി പരിഗണിക്കുമ്പോഴൊക്കെ ഇനി എന്ത് ആയിരിക്കും? റിവ്യൂ ഹർജി പരിഗണിക്കുന്നതാകട്ടെ നേരത്തെ ഭിന്ന വിധി എന്ന് നമുക്ക് സാങ്കേതികമായി അതിനെ പറയാൻ സാധിക്കില്ല. ഭിന്ന അഭിപ്രായമായിരുന്നു ലോകായുക്തയും ഉപലോകായുക്തയും. ഈ വിഷയം പരിഗണിക്കാനുള്ള ലോകായുക്തയുടെ അധികാര പരിധി സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായമായിരുന്നു. അതേ ബെഞ്ച് തന്നെയാണ് റിവ്യൂ ഹർജി പരിഗണിക്കുന്നത്. റിവ്യൂ ഹർജി തള്ളുമോ അതെയോ കൊള്ളുമോ എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ വിശാല ബെഞ്ചിന് ഓൾറെഡി ഈ വിഷയം വിട്ടതാണ്. വിശാല ബെഞ്ചാണ് പരിഗണിക്കാൻ പോകുന്നത്. നമുക്ക് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി അരുണാണ് ചേരുന്നത്. അരുൺ, വളരെ പ്രധാനപ്പെട്ട ഒരു ദിനം എന്ന് നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കുമല്ലോ. കാരണം ഇനിയും ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ദുരുപയോഗം ചെയ്തോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷയം പരിഗണിക്കാൻ ലോകായുക്തയ്ക്ക് അധികാരമുണ്ടോ എന്നതൊക്കെ സംബന്ധിച്ച തർക്കമാണുള്ളത്. ഒരുപക്ഷെ നീണ്ടുപോയേക്കാം ഇതുമായി ബന്ധപ്പെട്ട വിചാരണ നടപടികൾ എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അങ്ങനെയല്ല, വളരെ പെട്ടെന്ന്